പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ഇംഗ്ലീഷ് പേജ്, ഇംഗ്ലീഷ് വാർത്തകൾ ഇറങ്ങുന്ന ഇതിപ്പോ ഇന്ത്യ ടുഡേയുടെ ഒരു പേജാണ്. അതിന്റെ ഒരു ടൈറ്റിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇതിന്റെ മലയാളം നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു സി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇതെല്ലാം മലയാളമായി മാറിയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ വീഡിയോ ഇതിനെ കുറിച്ചാണ് കേട്ടോ. ഞാനിപ്പോൾ സി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇത് മലയാളമായി മാറി. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെ ആവും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയാവും. അതുപോലെ ഇതിന്റെ കമന്റിലും നമ്മൾ ഇംഗ്ലീഷ് കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് മലയാളമായി മാറിയത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ്ബുക്കിലെ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ ഇങ്ങനെ നമുക്ക് സാധിക്കത്തുള്ളൂ. അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ചില സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും, എന്നാലും അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും. എപ്പോഴും പറയും പോലെ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് കണ്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആ ലാംഗ്വേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സെറ്റിംഗ്സിന്റെ ഒരു ഗിയർ ഐക്കൺ കാണാൻ സാധിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്താലും മതി. ഏത് രീതിയിലായാലും നമുക്ക് സെറ്റിംഗ്സ് എടുക്കാവുന്നതാണ്. ഞാൻ ആ ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ലാംഗ്വേജ് ആൻഡ് റീജൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ലാംഗ്വേജ് യു ലൈക്ക് ടു ഹാവ് ട്രാൻസ്ലേറ്റ് ഇൻടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതെന്ത് ചെയ്യണം, ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ഭാഷകൾ ഇങ്ങനെ കാണാൻ സാധിക്കും. പല പല ഭാഷകൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ നമ്മുടെ സംസാര ഭാഷ ഏതാണോ അത് ആക്കി കൊടുക്കുക. നമ്മളിപ്പോൾ മലയാളമാണ് സംസാരിക്കുന്നത്, മലയാളമാക്കി. ഇത് ഞാൻ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതുപോലെ നോക്കിയതിനു ശേഷം മലയാളമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ മലയാളം സെറ്റ് ചെയ്ത് കൊടുക്കുക, സേവ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ താഴെ 2 ഓപ്ഷൻ ഇവിടെ കാണും. അതിലെല്ലാം നമ്മൾ ഇതുപോലെ മലയാളം കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. ഇവിടെ സേവ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോ ഒരു ഇംഗ്ലീഷ് വീഡിയോയുടെ കമന്റ് ബോക്സ് ആണ് കേട്ടോ, കമന്റ് ആണ്. ഈ കമന്റിൽ നമുക്കിവിടെ സി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബെസ്റ്റ് ഇതുപോലെ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷിൽ ഉള്ള എല്ലാ കമന്റുകളും നമുക്ക് ഇതുപോലെ മലയാളത്തിലാക്കി കിട്ടും. അത് നമുക്ക് വായിക്കാൻ വളരെ എളുപ്പവുമായിരിക്കും. എന്തായാലും ഇത് നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.